എവരിവൺ. അച്ചടക്കം ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളോടൊക്കെ ടീച്ചേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെയും അധികം സംസാരിക്കാതെ ഒതുങ്ങി അവർ പറയുന്നതെല്ലാം അനുസരിച്ചിരിക്കുന്ന കുട്ടികളെയാണ് അച്ചടക്കമുള്ള കുട്ടികൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് കുട്ടികൾക്ക് മാത്രം ഉള്ള ഒന്നാണോ, അല്ലെ അവർക്ക് മാത്രം ആവശ്യമുള്ള ഒന്നാണോ ഈ അച്ചടക്കം എന്ന് പറയുന്നത്? ലൈഫില് ഏത് പ്രായത്തിലും ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ് ഈ അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളുടെ നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഗോളിനും ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലമാണെന്ന് നമുക്ക് പറയാം. നമ്മളുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട് അല്ലേ? അത് ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള മടി മാറ്റിവെക്കുന്ന നമ്മളുടെ അങ്ങനത്തെ ഒരു ശീലം കൊണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുത്ത് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അവിടെ സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു അച്ചടക്കം കൂടിയേ തീരും. പ്രത്യേകിച്ച് നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോളാണ്. ഭാവിയിൽ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് കാണും അല്ലെ? ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒന്നാണ്. ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലേ ജീവിതത്തിന് അർത്ഥമുണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഏത് വ്യക്തികളും നല്ല ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ട് എനിക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് ഫ്യൂച്ചറിലെ ഒരു കാര്യം മനസ്സിൽ കാണുമ്പോൾ അത് അന്ന് നേടിയെടുക്കാമെന്ന് മാത്രം ചിന്തിച്ചാൽ അത് നമ്മളിലേക്ക് ഒരിക്കലും എത്തുകയില്ല. പകരം എന്ത് ചെയ്യണം? പ്രസന്റിൽ തന്നെ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, അതിനുവേണ്ടി ഫോക്കസ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ആ ഒരു കാര്യം നേടിയെടുക്കാൻ പ്രസന്റിലെ നമ്മളുടെ വർക്കിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഈ അച്ചടക്കം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെയൊക്കെ മനസ്സിൽ വളരെ ഒരു വരിഞ്ഞു മുറുകിയ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അച്ചടക്കം എന്ന വാക്ക് വരുമ്പോഴേ കടന്നു വരുന്നത് അല്ലേ? നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ പ്രവർത്തികൾ, ഇതിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്, ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മളെ ലൈഫിൽ ഈ ഒരു അച്ചടക്കം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അത് ഏത് മേഖലകൾ നമ്മൾ എടുത്തു നോക്കിയാലും ആ ഒരു പ്രയോജനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ലൈഫിന്റെ എല്ലാ മേഖലകളിലും ഈ അച്ചടക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ കൊണ്ടുതരും. ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെ കരിയർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെ നമ്മളുടെ ജോലി സ്ഥലത്ത്, എങ്ങനെ പേഴ്സണൽ ഗ്രോത്തിന് പറ്റിയ എല്ലാ മേഖലകളിലും അത്യാവശ്യം വേണ്ട ഒരു ഗുണം തന്നെയാണ് ഈ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഒരു ഫിറ്റ്നസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ശരീരഭാരമൊക്കെ കുറച്ച് നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി എനിക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ അല്ല, നിങ്ങൾക്ക് ഒരു അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമേ ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കൂ അല്ലെ? ഈ ഭാരം കുറയ്ക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? നിങ്ങളുടെ ഭക്ഷണത്തിൽ നിയന്ത്രണം വേണം, എക്സസൈസ് ചെയ്യാൻ തയ്യാറാകണം. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാകണമെങ്കിലും അല്ലെ അത് തുടർന്നുകൊണ്ട് പോകണമെങ്കിലും അച്ചടക്കം വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. ഈ ഒരു കാര്യത്തിൽ അച്ചടക്കം ഇല്ലായ്മ കൊണ്ടാണ് പലപ്പോഴും നമുക്കൊക്കെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം മോശപ്പെട്ട രീതിയിലേക്ക് ആയി പോകുന്നത്. അതായത് ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ടേ പറയൂ. അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള ഇതാണ് എങ്കിൽ അതിനോട് പ്രതികരിക്കുന്നത് ഒന്ന് ആലോചിച്ചിട്ട്. നമ്മൾ പറയത്തില്ലേ, നമ്മൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ, നമുക്കൊരു അച്ചടക്കം ഉണ്ട് എങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഹൗ ടു മാസ്റ്റർ ദ ആർട്ട് ഓഫ് ഡിസിപ്ലിൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ചടക്കം എനിക്കൂടെ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ പ്രയോജനം ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ? എന്തെങ്കിലും നേടിയെടുക്കാൻ ഒരു ലക്ഷ്യം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ അല്ലെ അതിലേക്ക് ഇറങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുള്ളൂ. നമുക്കൊക്കെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, അത് പല രീതിയിലാണ്. ഇതിൽ ഒരു വലിയൊരു നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന നമ്മുടെ പ്രവർത്തന മേഖലകളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെയും അതിന്റെയൊക്കെ ഉപയോഗം കുറച്ച് ഞാൻ എന്ത് നേടണം അല്ലെ എൻ്റെ ഗോൾ എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അത്
ഒരു നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം, അതിനെ എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാം എന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പ്രവർത്തനം ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. നമുക്കറിയാം, ഒളിമ്പിക്സിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മത്സരങ്ങളിലായാലും വിജയിക്കുന്ന വ്യക്തികൾ അവർ ആ ഒരു ദിവസത്തെ ട്രെയിനിങ് കൊണ്ടോ അല്ല എങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നും നേടിയെടുക്കുന്നതല്ല ആ വിജയം. നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ ഒരു വലിയ വിജയം നേടുന്ന ഒരു വ്യക്തി വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ അത്ലറ്റ്സ് ഒക്കെ ആയാലും വിജയത്തിലേക്ക് എത്തുന്നത്. നമ്മൾ നോക്കി നിന്ന് കണ്ണടയ്ക്കുന്നതിനിപ്പുറം അവരെ വിജയത്തിലെത്തി. പക്ഷേ അതിന്റെ പിന്നിൽ ചിലപ്പോൾ എത്രയോ വർഷങ്ങളുടെ അധ്വാനവും അവരുടെ സ്വപ്നവും ഒക്കെ കാണും. അപ്പൊ അവിടെയൊക്കെ അവർക്കൊരു പ്ലാൻ ഉണ്ട്. അതോടൊപ്പം ആ പ്ലാനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നല്ലൊരു ഫിറ്റ്നസ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. നല്ല ഹെൽത്തി ആയിട്ട് ഓവർ വെയിറ്റ് ഒക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പ്ലാൻ അല്ലേ. പിന്നീട് എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ദിവസം ഒരു എക്സസൈസ് ചെയ്തു, അല്ല ഫുഡിൽ ഒന്ന് കൺട്രോൾ ചെയ്തു, പിന്നീട് ഒരാഴ്ചത്തേക്ക് നമ്മൾ ചെയ്യാതിരുന്നാൽ ഒരു ബലവുമില്ല. അപ്പൊ എന്നും തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് തയ്യാറാകണം. ഇപ്പൊ ഒരു ശരീരഭാരം ഒരു 10 കിലോ കുറയ്ക്കണമെന്നാണ് പ്ലാനെങ്കിൽ ഈ 10 കിലോ എത്ര ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റുമോ? നമുക്ക് ഒരു ദിവസമോ അല്ല 10 ദിവസം കൊണ്ടോ 10 കിലോ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ദോഷമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് കാര്യമായാലും, അതിപ്പോ ഞാൻ പറഞ്ഞ ഹെൽത്തിന്റെ കാര്യമല്ല, എന്ത് കാര്യവും നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു 21 ദിവസം, ഈ ഒരു 21 ദിവസത്തെ കാലാവധി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ചെയ്ത് അത് നമ്മളുടെ ഒരു ശീലമാക്കി മാറ്റിയെടുക്കാനായിട്ട് പറയുന്ന ഏറ്റവും കുറഞ്ഞ ഒരു സമയമാണ് 21 ഡേയ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പഠനങ്ങൾ പറയുന്ന അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. 21 ദിവസം കൊണ്ടൊന്നും നമുക്കൊരു ഹാബിറ്റ് പൂർണ്ണമായിട്ട് നമ്മളുടെ ഒരു ദിവസത്തിന്റെ ഒരു ശീലമാക്കിയെടുക്കാൻ പ്രയാസമാണ്. എങ്കിലും നമുക്കൊരു ടാർഗറ്റ് ഇടാം. ഒരു 21 ദിവസത്തേക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുമെന്ന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു, സെക്കൻഡ് ഡേ, അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഒരു 21 ഡേയ്സ് നമ്മളെ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോൺഫിഡൻസ് കൂടും. എഗെയിൻ നിങ്ങൾക്ക് 21 ഡേയ്സിലേക്ക് അടുത്ത നിങ്ങളുടെ ഇതേ ഗോൾ തന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ എത്തിക്കുക. നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നത് പോലെ, അല്ലെ ഡെയിലി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് ആ കാര്യവും നമ്മളുടെ ഒരു ഹാബിറ്റിന്റെ ഭാഗമാക്കി എടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിയുമ്പോൾ സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ള ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അച്ചടക്കത്തോടെ ചെയ്യണമെങ്കിൽ അത് നമ്മൾ കുറച്ചൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെ നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കണം. അതിനെന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞാൽ 21 ദിവസമാണ്. ഒരു കലണ്ടറിൽ അത് മാർക്ക് ചെയ്ത് ഓരോ ദിവസവും നിങ്ങൾ കഴിയുമ്പോൾ, അല്ലെ ഡയറിയിലാണല്ലോ, ഓരോ ദിവസവും നിങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോൾ സക്സസ് ആകുമ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ടിക്ക് ഇടുകയോ അല്ലെ ഒന്ന് റൗണ്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള മോട്ടിവേഷൻ. യെസ്, അത് നോക്കുമ്പോഴാണേലും ഇപ്പോൾ ഒരാഴ്ച നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ കലണ്ടറിൽ ഒന്ന് നോക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡയറിയിൽ ഡേറ്റ് മാർക്ക് ചെയ്തിടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂട്ടും. കൂടുതൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അത് സഹായിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നമ്മൾ പോവുകയാണ്, നമുക്ക് അതിന് കൂട്ടത്തിൽ നമ്മളോട് ചേർന്ന് പോകുന്ന നമ്മുടെ അതേ വേവ് ലെങ്ത് ഉള്ള ഒരു പാർട്ട്ണറേയും കൂടെ കിട്ടിയാൽ കുറച്ചും കൂടെ അച്ചടക്കത്തോടെ ആ കാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. മടി പിടിച്ച് എന്ത് കാര്യമോ വേണ്ട നാളെ ആട്ടെന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ അല്ല, പകരം നമുക്കൊരല്പം മടി ഉണ്ടെങ്കിലും അത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ട്ണറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നമ്മുടെ ഡിസിപ്ലിൻ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിപ്പം പഠിക്കുന്ന കാര്യം, നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, നിങ്ങളൊരല്പം മടി പിടിച്ച് ഇന്ന് ഇത്രയും പോർഷൻ എനിക്ക് കവർ ചെയ്യാൻ വയ്യ എന്ന് പറയുമ്പോൾ ആ വ്യക്തി നമ്മളോട് എന്തായാലും നമ്മളത് പഠിക്കണം, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു ചെയ്യാനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ അച്ചടക്കം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ക്രിയേറ്റ് എ ഡ്രീം ബോർഡ്. നമ്മുടെ ഒരു ലക്ഷ്യം നേടണമെങ്കിൽ നമ്മളെ അതിന് ഒത്തിരി മോട്ടിവേഷനുകൾ നമ്മൾ തന്നെ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കലണ്ടറൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരു ഡ്രീം ബോർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ലക്ഷ്യം എന്തും ആയിക്കോട്ടെ, അതിതീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ ദൃഷ്ടി പതിയുന്നിടത്ത് നിങ്ങൾ നല്ല
വൃത്തിക്ക് നല്ല അട്രാക്റ്റീവായ രീതിയിൽ എഴുതി സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അവിടെ ഒരു ഭിത്തിയിലാണെങ്കിൽ അവിടെ ഒട്ടിച്ചു വെക്കുക. അപ്പൊ എപ്പോഴൊക്കെ നിങ്ങളുടെ ദൃഷ്ടി അവിടെ പതിയുന്നു അപ്പൊ നിങ്ങളെ തന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ബൂസ്റ്റ് കൊടുക്കുകയാണ് അല്ലെ, അത് ഞാൻ നേടിയെടുക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡിസിപ്ലിൻ കൂട്ടാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് കൂടുതൽ അച്ചടക്കം വേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഗോൾ ആയിരിക്കും അല്ലെ, കുറച്ച് നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു ലക്ഷ്യമായിരിക്കും. അപ്പൊ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ എന്ന് കരുതുക, ഇപ്പൊ 1 വർഷം അല്ലെ ഒരു 2 വർഷം കൊണ്ടൊക്കെ ഉള്ള ഒരു ഗോളാണ് എങ്കിൽ കുറച്ചാകുമ്പോൾ മടുക്കും. 1 വർഷം വേണ്ട അല്ലെ 2 വർഷം വേണ്ട. അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യാനുള്ള കാര്യത്തെ നമ്മൾ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അത് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു എക്സാം ആണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ലക്ഷ്യം അത്രയും നാൾ കഴിഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ചെയ്യാനായിട്ട് ഒരു മടി വരും. അപ്പൊ അതിന് പകരം നിങ്ങൾ ആ ഒരു പഠിക്കാനുള്ള പോർഷൻസ് നിങ്ങൾ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ തന്നെ ചെറിയ ഒരു എക്സാമുകളൊക്കെ ഇപ്പൊ ഗ്രൂപ്പായിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഈ ഒരു ഡേറ്റ് വെച്ച് ഫിക്സ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ആ എക്സാം എഴുതുക. അതിൽ നല്ല മാർക്ക് കിട്ടിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു റിവാർഡ് നിങ്ങൾക്ക് സ്വയം നിങ്ങളെ മതിപ്പുളവാക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ചെറിയ തുടക്കങ്ങളും ചെറിയ വിജയങ്ങളും ഒക്കെ നമുക്ക് ഈ ഡിസിപ്ലിൻ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ലോങ് ടേം ഗോൾ ആണ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയാൽ പലപ്പോഴും നമുക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സെൽഫ് കോൺഫിഡൻസിന്റെ കുറവ് ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അതിലൊരു അച്ചടക്കം നിങ്ങൾക്ക് പാലിച്ചെടുക്കാൻ കഴിയുന്നുവെന്ന് സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിൽ പവർ കൂട്ടും. നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്യം എത്ര ടഫ് ആണെങ്കിലും ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു ടഫായിട്ടുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഒരു ചെറിയ നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വേണമെങ്കിൽ ഒരു എക്സർസൈസിന്റെ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ അതൊരു 21 ദിവസം അല്ലെ, ഒരു യോഗ, മെഡിറ്റേഷൻ, ഒരു ബ്രീതിങ് എക്സസൈസ്, അത് മുടക്കമില്ലാതെ ഒരു 21 ദിവസം നിങ്ങളൊന്ന് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മാറ്റം സംഭവിക്കും. നമുക്ക് നമ്മളിൽ ഒരു വിൽ പവർ സ്വയം ഡെവലപ്പ് ചെയ്യും. ഞാൻ എന്ത് കാര്യവും മുടക്കമില്ലാതെ ചെയ്യാനല്ലേ, എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്നതിന് തൊട്ട് മുമ്പ് മറ്റെന്തെങ്കിലും ഒരു ചെറിയ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാണ്ട് ശ്രമിക്കാം. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആക്സിഡന്റലി നമ്മൾ പോലും അറിയാതെ വന്നു ചേരുന്ന ഒരു ഘടകമല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലേ, ഞാൻ പോലും അറിയാതെ ചില ഭാഗ്യങ്ങളല്ല ചില കാര്യങ്ങൾ എന്നിലേക്ക് വന്നു ചേർന്നു എന്ന്. ഒരിക്കലും സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം ബൈ മിസ്റ്റേക്ക് നമ്മളിലേക്ക് വരുന്നതല്ല. അതൊരു കോൺഷ്യസ് ചോയ്സ് ആണ്. നമ്മൾ സ്വയം അത് വേണമെന്ന് കരുതി എന്റെ ലൈഫിൽ ഒരു അച്ചടക്കം വേണം, നിയന്ത്രണം വേണ്ടിടത്ത് നിയന്ത്രണം ഇടാനും നേടിയെടുക്കേണ്ട കാര്യം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനും ഒക്കെ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ ഈ അച്ചടക്കം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൽ നമ്മളുടെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് വേണം. അതോടൊപ്പം ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള മനസ്സും പരിശ്രമവും ഉണ്ടെങ്കിൽ ഈ അച്ചടക്കം എന്ന് പറയുന്ന കാര്യം നമ്മളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുതരും.